എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഒരിക്കലെങ്കിലും നിശബ്ദമായിരുന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഞാനിങ്ങനെ ഓടുന്നത്? ഓരോ ദിവസവും എന്തോ തേടി നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. പണം, പേര്, സ്നേഹം, അംഗീകാരം. പക്ഷേ ഈ യാത്രയുടെ അവസാനത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ചെറിയ നിമിഷം പോലും നമുക്ക് മനസ്സിൽ സമാധാനമില്ലെങ്കിൽ നാം എന്തിനാണ് ഈ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുന്നത്? ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ മനസ്സ് അനിയന്ത്രിതമായാൽ ജീവിതം തന്നെ ദുരിതമാകും. പക്ഷെ മനസ്സ് ശാന്തമായാൽ ലോകം തന്നെ മനോഹരമാകും. നാം എല്ലാവരും തേടുന്നത് ഒരു കാര്യം മാത്രമാണ്, സമാധാനം. പക്ഷെ അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ലോകം മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമുക്ക് വേണ്ടത് സ്വന്തം മനസ്സിനെ മാറ്റുക എന്നതാണ്. ബുദ്ധന്റെ വാക്കുകളിൽ നിന്ന് ജീവിതത്തെ എങ്ങനെ സത്യസന്ധമായ അർത്ഥത്തിൽ നന്നായി ജീവിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കാരണം നന്നായി ജീവിക്കുക എന്നത് വേദനയില്ലാത്ത ജീവിതമല്ല, പക്ഷേ വേദനയെ മനസ്സിലാക്കാൻ പഠിപ്പിച്ച ജീവിതമാണ്. ഒന്നാമതായി ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക എന്നതാണ്. ബുദ്ധന്റെ ആദ്യ ഉപദേശം ദുഃഖം എന്നത് യാഥാർത്ഥ്യമാണെന്നതാണ്. ജീവിതം മാറ്റങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ജനനം, രോഗം, മരണം, നഷ്ടം, ഈ മാറ്റങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നതിന് കാരണം നാം അവയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അനിത്യം, എല്ലാം മാറുന്നു എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. നന്നായി ജീവിക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നാം നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾക്കായി വിഷമിക്കേണ്ടതില്ല എന്നതാണ്. ചിലർ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് സ്വാഭാവികമാണ്. ജോലി നഷ്ടമാകുന്നു, അതും ജീവിതത്തിന്റെ ഭാഗമാണ്. ദുഃഖം വരാം, പക്ഷെ അത് സ്ഥിരമല്ല. ഇവയെല്ലാം നാം ഇതിൻ്റെതായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാകുമ്പോൾ മനസ്സിൽ ഒരുതരം ഭാരം ഇറങ്ങും. രണ്ടാമതായി മനസ്സിനെ തിരിച്ചറിയുക. മനസ്സാണ് എല്ലാത്തിനും മുഖ്യമായത്. നീ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നീ. മനസ്സ് നിയന്ത്രിക്കാതെ ജീവിതം ശാന്തമാകില്ല. അതിനാൽ നന്നായി ജീവിക്കാൻ വേണ്ടി നീ മനസ്സിനെ ആദ്യം പരിശീലിപ്പിക്കണം. മനസ്സിനെ പരിശീലിപ്പിക്കാനായി 3 മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായി ധ്യാനം. ദിവസവും ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. രണ്ടാമതായി സമയബോധം. ഇപ്പോഴുള്ള നിമിഷം, ഇതാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. മൂന്നാമതായി നന്ദി പ്രകടിപ്പിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടിയ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയേണ്ടതുണ്ട്. ധ്യാനം എന്നത് ബുദ്ധൻ പറഞ്ഞ ഏറ്റവും വലിയ വഴിയാണ്. അതിലൂടെ മനസ്സ് ശാന്തമാക്കുമ്പോൾ ജീവിതത്തിലെ ചെറു പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് ലഘുവായി തോന്നും. ഓർക്കുക, മനസ്സിനെ ജയിക്കുന്നവൻ ലോകത്തെയെല്ലാം ജയിക്കും എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. മൂന്നാമതായി ആഗ്രഹങ്ങളും ആസക്തികളും നിയന്ത്രിക്കുക എന്നതാണ്. ദുഃഖത്തിന്റെ മൂലകാരണമായി ബുദ്ധൻ വ്യക്തമാക്കിയത് നിങ്ങളുടെ അമിത ആസക്തിയാണ്. നമുക്ക് എന്തെങ്കിലും ലഭിക്കാത്തത് കൊണ്ട് വിഷമം, ലഭിച്ചത് നഷ്ടമാകുമോ എന്ന ഭയം, ഇതാണ് നമ്മെ എല്ലായ്പ്പോഴും തളർത്തുന്നത്. എന്നാൽ ബുദ്ധൻ പറഞ്ഞത് ആഗ്രഹം മുഴുവൻ ഒഴിവാക്കണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ അമിത ആസക്തി, അമിത ആഗ്രഹത്തോടു കൂടിയുള്ള ജീവിതം നിങ്ങൾ കുറയ്ക്കുക എന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യൂ, പക്ഷെ ഫലത്തെക്കുറിച്ച് അമിതമായ പ്രതീക്ഷ വെക്കേണ്ട. നിങ്ങൾ നന്നായി സ്നേഹിക്കൂ, പക്ഷെ അത് നിങ്ങളുടെ ഉടമസ്ഥതാബോധം എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ നേടൂ, പക്ഷെ നഷ്ടപ്പെടുമ്പോൾ അതിൽ വിഷമിക്കുകയും ചെയ്യരുത്. വളരെ അധികമോ വളരെ കുറവോ രണ്ടും വിഷമമാണ്. ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരു മാർഗം തിരഞ്ഞെടുക്കുക, അതാണ് വേണ്ടത്. അമിതമായ ആസക്തിയും ആഗ്രഹങ്ങളും കുറച്ചിട്ട് എന്തെങ്കിലും നേടിയാലോ കുഴപ്പമില്ല, നേടിയില്ലെങ്കിലോ അതും കുഴപ്പമില്ല എന്ന മനോഭാവത്തിൽ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. അമിതമായി സന്തോഷിക്കാനോ അമിതമായി ദുഃഖിക്കാനോ പോകരുത്. എല്ലാത്തിനെയും അതിൻ്റെതായ രീതിയിൽ കാണാൻ പഠിക്കുക. എല്ലാം സ്വീകരിക്കാനും പഠിക്കുക എന്നതാണ്. നാലാമതായി ദയയും കരുണയും വളർത്തുക. നന്നായി ജീവിക്കാൻ മറ്റുള്ളവരെ മനസ്സിലാക്കണം, ക്ഷമിക്കാനും പഠിക്കണം. മറ്റൊരാൾ വേദനിപ്പിച്ചാൽ തിരിച്ചടിയല്ല മറുപടി. ഒരാൾക്ക് നന്മ ചെയ്താൽ അതൊരിക്കലും നശിക്കില്ല. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതാണ് സത്യമായ ധർമ്മം. ബുദ്ധന്റെ വാക്കുകൾ കരുണയുള്ളവന്റെ മനസ്സ് ഒരിക്കലും ഇരുണ്ടതാകില്ല എന്നതാണ്. അതുകൊണ്ട് നന്നായി ജീവിക്കാൻ എളുപ്പമായൊരു മാർഗം എന്നത് ദിനംപ്രതി ഒരു ചെറിയ ദയാപ്രവൃത്തി നിങ്ങൾ ചെയ്യുക. ഒരു പുഞ്ചിരി, ഒരു സഹായം, ഒരു നല്ല വാക്ക്, ഇതെല്ലാം നിങ്ങൾ ആവർത്തിക്കുക. അഞ്ചാമതായി ബന്ധങ്ങളിൽ സമാധാനം കണ്ടെത്തുക എന്നതാണ്. മനുഷ്യൻ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. കുടുംബം, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ, ഇവയാണ് ജീവിതത്തിന്റെ ആത്മാവ്. പക്ഷെ ഇവയിലാണ് പലർക്കും ദുഃഖത്തിന്റെ മൂല കാരണവും. നന്നായി ജീവിക്കാൻ ബന്ധങ്ങളിൽ 3 കാര്യങ്ങൾ ഓർക്കണം. ഒന്നാമതായി ശ്രദ്ധിക്കുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ കേൾക്കുക, മറുപടി പറയാതെ മനസ്സിലാക്കുക എന്നതാണ്. രണ്ടാമതായി ക്ഷമിക്കുക. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും, വേദന പിടിച്ചു നിൽക്കരുത്. മൂന്നാമതായി അതിനെ മനസ്സിലാക്കുക. എല്ലാവരും അവരവരുടെ ജീവിതയാത്രയിലാണ് എന്ന തിരിച്ചറിവുണ്ടാക്കുക. കുറ്റം കാണുന്നത് എളുപ്പമാണ്, കരുണ കാണിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതാണ് ശരിയായ വഴി എന്ന് നാം മനസ്സിലാക്കണം. ആറാമതായി ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുക. നാം പലപ്പോഴും കഴിഞ്ഞതിനെക്കുറിച്ച് ഖേദിക്കുകയും ഭാവിയെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ജീവിതം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. ബുദ്ധൻ പറഞ്ഞത് കഴിഞ്ഞത് കഴിഞ്ഞു, ഭാവി വരാനുണ്ട്, ഇപ്പോഴാണ് യഥാർത്ഥ നിമിഷം എന്നതാണ്. നിങ്ങൾക്ക് പ്രായോഗികമായി ചെയ്യാൻ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ മാറ്റിവെക്കുക, നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള ശബ്ദം ശ്രദ്ധിക്കുക, സംസാരിക്കുമ്പോൾ പൂർണ്ണമായ ശ്രദ്ധയോടെ ഇരിക്കുക. ഇതൊക്കെയാണ്. ഇപ്പോഴുള്ള നിമിഷം അനുഭവിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷം നൽകും. ഏഴാമതായി ആത്മസമാധാനത്തിനുള്ള വഴികളാണ്. നന്നായി ജീവിക്കുക എന്നത് വേദനയില്ലാത്ത ജീവിതമല്ല, അത് വേദനയെ മനസ്സിലാക്കി അതിനപ്പുറം ഉയരുന്ന ജീവിതമാണ്.
നല്ല ജീവിതത്തിനുള്ള ബുദ്ധൻ പറഞ്ഞ 5 ഹാബിറ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി രാവിലെ ധ്യാനം ചെയ്യുക. ഇത് മനസ്സിനെ ശാന്തമാക്കുന്നു. രണ്ടാമത് കരുണയുള്ള പ്രവൃത്തികൾ ചെയ്യുക. 3 സ്വയം വിശ്വാസം വളർത്തിയെടുക്കുക. 4 മറ്റുള്ളവരെ വിമർശിക്കാതെ കാണുക. 5 നന്ദി പ്രകടനം ദിവസേന ചെയ്യുക എന്നതാണ്. ഇത് പാലിക്കുന്നവർക്ക് ജീവിതം ഭാരമില്ലാതെ അനുഭവമാകും. ഈ ലോകത്ത് എങ്ങനെ നന്നായി ജീവിക്കാം എന്ന കാര്യത്തിന് ശാന്തമായ മനസ്സുള്ളവന്റെ ജീവിതം തന്നെയാണ് ഏറ്റവും സമ്പന്നമെന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഈ ലോകത്ത് നന്നായി ജീവിക്കാൻ വലിയ കാഴ്ചപ്പാടോ സമ്പത്തോ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളത് ശാന്തമായ മനസ്സ്, കരുണ, ഇപ്പോഴുള്ള നിമിഷം അനുഭവിക്കാൻ പഠിച്ച മനസ്സ് എന്നിവയാണ്. നിങ്ങൾ ഈ പാഠങ്ങൾ ചെറിയ തോതിലെങ്കിലും ജീവിതത്തിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തെ അതേപോലെ തന്നെ സ്വീകരിക്കാനും കാണാനും സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം പടർന്നിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.